ലിക്കോബ ടിപ്സിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ലിസി കോര. ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുത്തുന്നത് ഒരു കടല ഡ്രൈ റോസ്റ്റാണ്. നമുക്ക് കുക്കിങ്ങിലേക്ക് കടന്നാലോ. ഇന്ന് നമുക്ക് ആവശ്യമുള്ള സാധനം, കടലയുടെ കാര്യം ഞാൻ പറഞ്ഞിരുന്നു, അതുതന്നെ കടല തന്നെയാണ്. അത് തലേ ദിവസം നമ്മൾ വെള്ളത്തിലിട്ട് കുതിർത്ത് ഞാനിത് വേവിച്ച് വെച്ചിരിക്കുന്നതാണ്. 1 കപ്പ് കടലയാണ് ഞാൻ ഉപയോഗിക്കാൻ പോകുന്നത്. അത് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. നമുക്ക് ആദ്യം സ്റ്റൗ കത്തിക്കാം. സ്റ്റൗ കത്തിച്ചതിന് ശേഷം ആവശ്യത്തിന് റിഫൈൻഡ് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനൊരു 2 ടീസ്പൂണോളം റിഫൈൻഡ് ഓയിൽ ചേർത്തിട്ടുണ്ട്. ചെറുതായി ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് കടുക് ഇട്ട് കൊടുക്കാം. ഒരു സ്പൂൺ കടുകാണ് ഇടുന്നത്. ചെറുതായിട്ട് പൊട്ടുമ്പോഴത്തേക്കും നമുക്ക് 1 സ്പൂൺ ജീരകം കൂടെ ഇട്ട് കൊടുക്കേണ്ടതാണ്. ചെറു ജീരകം ചെറുതായിട്ട് തീ ഒന്ന് കുറച്ച് കൊടുക്കാം. പൊട്ടി തുടങ്ങി. നമുക്ക് ഇനിയും ചേർക്കേണ്ട ഇൻഗ്രീഡിയൻ്റ് ആണ് മുളക് പൊടി. എത്രയും തീയെ ചെറുതാക്കി വെച്ചതിന് ശേഷം വേണം അടുത്ത ഇൻഗ്രീഡിയൻറ്റുകൾ ഇട്ട് കൊടുക്കുവാൻ. നമുക്കിനി അടുത്ത് ചേർക്കേണ്ടത് 1 സ്പൂൺ മുളക് പൊടി, അടുത്തത് 1 സ്പൂൺ മല്ലിപ്പൊടി, അടുത്തത് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/4 ടീസ്പൂൺ ജീരകപ്പൊടി. ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. നന്നായിട്ട് മൂത്ത് കഴിയുമ്പോൾ നമ്മൾ ഉണ്ടാക്കി വെച്ചിരിക്കുന്ന കടല ഇട്ട് കൊടുക്കാം. വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ്. കുഞ്ഞുങ്ങൾക്ക് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയൊക്കെ സ്കൂളിൽ കൊടുത്തുവിടാൻ പറ്റിയ ഒരു വിഭവമാണ്. നമുക്കിനി തീ ഒന്ന് കൂട്ടി വെച്ച് ഈ വെള്ളമെല്ലാം ഒന്ന് വറ്റിച്ചെടുക്കണം. നമ്മുടെ കടല നന്നായി ഇളക്കി കൊടുക്കുക. ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ കടല നന്നായിട്ട് പറ്റി വരുന്നുണ്ട്. ഞാൻ ഉപ്പിട്ട് വേവിച്ചതായതുകൊണ്ട് ഉപ്പൊഴിച്ച് കൊടുത്തിട്ടില്ല. ഉപ്പുണ്ട് ഇതിന്. അടുത്തത് വേണ്ടുന്ന ഒരു ഇൻഗ്രീഡിയൻ്റാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. അത് ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾ സ്കിപ്പ് ചെയ്താലും മതി. ഇത് മാങ്ങാ പൗഡറാണ്. സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടുന്നുണ്ട്. നിങ്ങൾക്ക് മേടിക്കാൻ പറ്റുമെങ്കിൽ മേടിക്കുക, ഇല്ലെന്നുണ്ടെങ്കിൽ സ്കിപ്പ് ചെയ്താലും കുഴപ്പമില്ല. 1/2 സ്പൂൺ മാങ്ങാ പൗഡറാണ് ഞാൻ ഇട്ടിരിക്കുന്നത്. അടുത്തത് വേണ്ടത് കായപ്പൊടിയാണ്. കായപ്പൊടി ഒരു 1/4 ടീസ്പൂൺ മതിയാകും കായം. ഇനി അടുത്ത ഒരു ഇൻഗ്രീഡിയൻ്റാണ് കറിവേപ്പില. ഇനി നമുക്ക് നന്നായിട്ട് ഇതിനെ വറ്റിച്ചെടുക്കാം. അങ്ങനെ നമ്മുടെ ഡ്രൈ കടല റോസ്റ്റ് റെഡി. ഇനി നമുക്ക് പ്ലേറ്റിലോട്ട് മാറ്റാം. അങ്ങനെ നമ്മുടെ ഡിഷ് റെഡിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ നല്ല ഒരു വിഭവം തന്നെയാണ്. കുട്ടികൾക്ക് സ്കൂളിൽ കൊടുത്തു വിടാനും ഒക്കെ ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു വിഭവം തന്നെയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എൻ്റെ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.